വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത് എപ്പോൾ? എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം, രാത്രി ഡ്രൈവിംഗ് സമയത്ത്, ഗട്ടർ റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ, വൺ വേ റോഡിൽ മാത്രം. ഉത്തരം എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം. രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക, കാരിയേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക, വാഹനത്തിൻ്റെ പിറകിലായി വാണിംഗ് ട്രിനുകളെ സ്ഥാപിക്കുക, ട്രാഫിക്കിൽ നിന്ന് അകന്ന് കാൽനട പാതയിൽ വാഹനം പാർക്ക് ചെയ്യുക. ഉത്തരം കാരിയേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ, വളവുകളിൽ, ജംഗ്ഷനുകളിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നനഞ്ഞതോ വഴുക്കലോ ഉള്ള റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഡാഷ്. ടയർ മർദ്ദം കുറക്കണം, പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക, വാഹനം ഉയർന്ന വേഗതയിൽ വേണം ഓടിക്കാൻ, നേരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. ഉത്തരം പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷയോ ഓടിക്കുമ്പോൾ ഹാൻഡ് സിഗ്നലുകൾ ഡാഷ് ഉപയോഗിച്ച് കാണിക്കണം. രണ്ടു കൈകളും, വലത് കൈ മാത്രം, ഇടത് കൈ മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വലത് കൈ മാത്രം. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡാഷ്. വാഹനം കാരേജ് വേയിൽ പാർക്ക് ചെയ്ത് ശേഷം പാർക്ക് ബ്രേക്ക് ഉപയോഗിക്കുക, കർബിന് സമാന്തരമായി വാഹനം പാർക്ക് ചെയ്യുക, മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമുണ്ടാക്കാത്ത വിധം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിച്ച് സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക. ഉത്തരം മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സം ഉണ്ടാക്കാത്ത വിധം. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ഡാഷ്. തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം, വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല, ഡ്രൈവർക്ക് സാധുവായ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം, എല്ലാ യാത്രക്കാരും സമ്മതം നൽകിയാൽ ഡ്രൈവ് ചെയ്യാം. ഉത്തരം വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? പിൻബ്രേക്കുകൾ പ്രയോഗിക്കുക, വേഗത കുറഞ്ഞതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് പ്രയോഗിക്കുക, മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക, പിൻബ്രേക്ക് മാത്രം പ്രയോഗിക്കുക, ഫ്രണ്ട് ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ഉത്തരം മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം ഡാഷ്. വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്, ഉയർന്ന ഇന്ധന ഉപഭോഗം, ഉയർന്ന വാഹന വൈബ്രേഷൻ. ഉത്തരം ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. ഗട്ടർ റോഡുകളിൽ ഇറക്കമിറങ്ങുന്ന ഡ്രൈവർ ഡാഷ്. എതിർവാഹനം പ്രവേശിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ ഓടിക്കുക, ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, ഇറക്കം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഉത്തരം കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക.
ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ടയറുകൾക്ക് ഡാഷ് ആകുന്നത് ഒഴിവാക്കുന്നു. പഞ്ചർ, സ്കിഡ്, തേയ്മാനം, കുറഞ്ഞ ടയർ മർദ്ദം. ഉത്തരം സ്കിഡ് ആകുന്നത് ഒഴിവാക്കുന്നു. റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? വിശാലമായ കാഴ്ച മേഖല നൽകുക, ബ്ലൈൻഡ് സ്പോട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ, പിന്തുടരുന്ന വാഹനത്തിൻ്റെ വേഗത നിർണ്ണയിക്കാൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വിശാലമായ കാഴ്ച മേഖല നൽകുക. ഒരു മോട്ടോർ വാഹനത്തിൽ മൾട്ടി ടോൺ ഹോണുകൾ ഘടിപ്പിക്കുന്നത് ഡാഷ്. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. എല്ലാ വാഹനങ്ങൾക്കും അനുമതിയാണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഉത്തരം ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. വാഹനങ്ങളുടെ സ്കിഡിങ്ങിൻ്റെ പൊതുവായ കാരണം എന്താണ്? ടയറുകളുടെ റോഡിൻ്റെയും മോശം അവസ്ഥ, ഡ്രൈവറുടെ തെറ്റ്, പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? റിയർ വ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം, ഹെഡ്ലൈറ്റുകളാൽ കാണാത്ത ഒരു പ്രദേശം, വാഹനത്തിനുള്ളിലെ റിയർ വ്യൂ മിറർ കൊണ്ട് കാണാത്ത ഒരു പ്രദേശം, അപകടനിരക്ക് കൂടുതലുള്ള പ്രദേശം. ഉത്തരം റിയർ വ്യൂ മിററുകളിൽ കാണാത്ത ഒരു പ്രദേശം. അപകടകരമായ ഡ്രൈവിംഗ് എന്നാൽ ഡാഷ്. റെഡ് ലൈറ്റ് മുറിച്ച് കടക്കുന്നത്, മോട്ടോർ വാഹന നിയമവകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. സ്റ്റോപ്പ് സൈൻ ലംഘിക്കുന്നത്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? അത് ശ്രദ്ധ കൂട്ടുന്നു, അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു, അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, അത് ഏകാഗ്രത കൂട്ടുന്നു. ഉത്തരം അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. നിങ്ങൾ ഒരു വലിയ വാഹനത്തിന് പുറകെയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? കഴിയുന്നതും വേഗം മറികടക്കുക, ഇടത്തോട്ട് നീങ്ങുക, കൂടുതൽ പുറകോട്ട് നിൽക്കുക, നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഉത്തരം കൂടുതൽ പുറകോട്ട് നിൽക്കുക. വാഹനങ്ങളുടെ സ്കിഡിങ്ങിൻ്റെ പൊതുവായ കാരണം എന്താണ്? ടയറുകളുടെ റോഡിൻ്റെ മോശം അവസ്ഥ, ഡ്രൈവറുടെ തെറ്റ്, പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ: ഇന്ധനം, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് ലെവൽ, ടയറിൻ്റെ അവസ്ഥ, സ്പെയർ വീൽ, ആവശ്യമായ ഉപകരണങ്ങൾ, ബ്രേക്കുകളുടെ അവസ്ഥ, എല്ലാ ഡ്രൈവർ ബെൽറ്റുകളുടെയും ടെൻഷൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.